നമസ്കാരം. രാജസ്ഥാൻ റോയൽസിന് എന്ത് സംഭവിച്ചു? ഈ സീസൺ അവരുടെ നാശങ്ങളുടെ സീസണാണ്. എവിടെ തൊട്ടാലും നാശം മാത്രമാണ്. എന്താണ് രാജസ്ഥാൻ റോയൽസ് ഈ സീസണിൽ നേരിടുന്ന പ്രധാന പ്രശ്നം? സഞ്ജു ആണോ? സഞ്ജു കളിക്കാത്തതാണോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. സഞ്ജുവിനെ കൊണ്ട് കഴിയുന്നില്ലേ എന്ന് പോലും ചോദ്യങ്ങളുണ്ട്. എന്നാൽ അടുത്ത വർഷ സീസൺ മുതൽ തന്നെ രാജസ്ഥാൻ റോയൽസിനോടൊപ്പം സഞ്ജു ഉണ്ടാകില്ല എന്ന വാർത്തകൾ ഇന്നലെ മുതൽ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിലൊക്കെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ സ്ഥിരതയോടുള്ള പ്രകടനം കാഴ്ചവെച്ച ടീം ഈ സീസണിൽ ഇതുവരെ താളം പോലും കണ്ടിട്ടില്ല, എവിടെയും എത്തിയിട്ടില്ല. നായകൻ സഞ്ജുവിന്റെ പരിക്കും റിയാൻ പരാഗ് അടക്കമുള്ള പല മുൻനിര താരങ്ങളുടെ മോശം ഫോമും എടുത്തു പറയേണ്ടതാണ്. ലേലത്തിൽ സംഭവിച്ച പാളിച്ചകളുമൊക്കെ ഇതിന് കാരണമായി നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം രാജസ്ഥാൻ റോയൽസിനോടൊപ്പം എന്തായാലും സഞ്ജു ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും ഉറപ്പ് പറയുന്നു. എന്തായാലും സാധാരണ ടീമുകൾക്കുണ്ടാകുന്ന ഇത്തരം പരിക്കും മോശം ഫോമിന്റെ പ്രശ്നവും മാത്രമല്ല ടീമിനെ കുഴപ്പിക്കുന്നത്. അവിടെ മാനേജ്മെന്റും ടീം നായകനായ സഞ്ജു സാംസണും തമ്മിലുള്ള തർക്കങ്ങളും ഊഹങ്ങളും ഒക്കെ തന്നെയും പ്രശ്നങ്ങൾ അടക്കം ഒരു വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ്. സീസണിൽ ആദ്യ 3 മത്സരങ്ങളിൽ തന്നെ ഇപ്പോൾ ഇമ്പാക്ട് താരമായി ഇറങ്ങിയ സഞ്ജു നായകനായി തിരിച്ചെത്തിയതായിരുന്നു. അതിനിടയിൽ തുടർ തോൽവിയുമായി മുൻപോട്ട് പോയ രാജസ്ഥാൻ നിരാശപ്പെടുത്തിയെങ്കിലും സഞ്ജു ഭേദപ്പെട്ടു നിന്നിരുന്നു. അപ്പോഴാണ് വീണ്ടും പരിക്ക് പറ്റി സഞ്ജു പുറത്തായത്. അതോടെ വീണ്ടും പരാഗ് നായകനായി. എന്തായാലും പ്ലേ ഓഫ് എത്താതെ പുറത്തായ രാജസ്ഥാൻ എന്ന അഭിമാന പോരിൽ തന്നെ കൊൽക്കത്തയെ നേരിടും. അതേസമയം ടീമിലെ പല പിണക്കങ്ങളും ഈഗോ പ്രശ്നങ്ങളും അസ്വസ്ഥയായി സഞ്ജു ഇരിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. കൊൽക്കത്തയ്ക്ക് എതിരായ മത്സരത്തിൽ പുറപ്പെടുന്ന വിമാനത്തിലാണ് ബാക്കി താരങ്ങൾ ഒക്കെ സന്തോഷിച്ചിരിക്കുമ്പോൾ സഞ്ജു ദുഃഖിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ചോദ്യമാണ് എല്ലാവരും പിന്നീട് ചോദിക്കാൻ നിന്നതും ഒക്കെ തന്നെയും. നിലവിൽ ഈ സീസണിൽ ശേഷിക്കുന്ന മത്സരത്തിൽ സഞ്ജു കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലെങ്കിലും അടുത്ത സീസണിൽ സഞ്ജു ടീമിൽ കാണില്ല എന്ന കാര്യം ഉറപ്പായി. അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസ് വിട്ടുകഴിഞ്ഞാൽ സഞ്ജുവിന്റെ മുന്നിലുള്ള ഏറ്റവും മികച്ച ഓപ്ഷനിൽ നിലവിൽ നിൽക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. എന്നാൽ ചെന്നൈയിലോട്ടും മുംബൈയിലോട്ടും എന്തായാലും സഞ്ജു പോകില്ല എന്ന് പറയുന്നു. ധോണിയുടെ കരിയറിന്റെ അവസാന സമയത്ത് എത്തിയ സാഹചര്യത്തിൽ സഞ്ജു എന്തുകൊണ്ടും ചെന്നൈക്ക് പറ്റിയ ഓപ്ഷൻ ആണല്ലോ എന്നാണ് ചോദിക്കുന്നത്. സഞ്ജു ഒരു വിക്കറ്റ് കീപ്പർ കൂടിയാണ്, ഒരു ബാറ്റ്സ്മാൻ കൂടിയാണ്. ധോണിക്ക് പകരം നിൽക്കാൻ ഏറ്റവും നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചോദിക്കുന്നു. ധോണിയെ പോലെ തന്നെ കൂളും സാഹചര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവും ഉള്ള ഒരു സഞ്ജുവിന് തന്നെ ചെന്നൈ എത്തിക്കഴിഞ്ഞാൽ പൊളിക്കാൻ സാധിക്കുമെന്ന് ആരാധകർ പറയുന്നു. IPL രാജസ്ഥാൻ റോയൽസിന്റെ പിക് ജേഴ്സിയിൽ സഞ്ജു സാംസൺ അവസാനത്തെ സീസൺ ആയിരിക്കും ഇത്തവണത്തേതെന്ന് പുറത്തുവരുന്ന അഭ്യൂഹങ്ങളെല്ലാം തന്നെ തീർത്തും പറയുന്നുണ്ട്. റോയൽസോ സഞ്ജുവോ ഇതേക്കുറിച്ച് ഒന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ലെങ്കിലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അണിയറയിലെ സംസാരവുമുണ്ട്. മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡുമായുള്ള ബന്ധത്തിലുണ്ടായ വിള്ളലാണ് താരത്തെ ടീമിന് പ്രേരിപ്പിക്കുന്നത്. സഞ്ജുവും ദ്രാവിഡും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല ഉള്ളതെന്നും ഇതിനകം ഉണ്ടായ പല സംഭവങ്ങളും തെളിയിക്കുന്നുണ്ട്. രണ്ടുപേരും തീർത്തും വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് ഇപ്പോഴുള്ളതെന്നും പറയേണ്ടി വരും. നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അടുത്ത സീസണിൽ സഞ്ജു റോയൽസിന് തുടരാനുള്ള സാധ്യത തീരെ കുറവാണ്. സീസൺ കഴിഞ്ഞാൽ റോയൽസ് ഒഴിവാക്കുന്ന കളിക്കാരുടെ ലിസ്റ്റിൽ അദ്ദേഹം പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹത്തിന്റെ പേരുണ്ടാകുമെന്നും തന്നെയാണ് പറയുന്നത്.